മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന പരാമർശം നടത്തിയ കുറുക്കോളി മൊയ്തീൻ എംഎൽഎയുടെ വാക്കുകളെ തള്ളാതെ ലീഗ് നേതൃത്വത്തിന്റെ പിന്തുണയോടെയാണ് എംഎൽഎ വിഭജന രാഷ്ട്രീയം പയറ്റുന്നതെന്ന വിമർശനം ശക്തമാണ്. മതമൗലികവാദ സംഘടനകളായ SDPI അടക്കമുള്ളവരായിരുന്നു മുൻപ് മലപ്പുറം ജില്ലാ വിഭജന ആവശ്യവുമായി രംഗത്തെത്തിയത്. വിവരങ്ങളുമായി ശിവദാസ് കന്മന ഒപ്പം ചേരുന്നു. ശിവദാസ്, ഈ ലീഗ് രാഷ്ട്രീയം ഏതു വഴിക്ക് എന്നതിൻ്റെ സൂചന കൂടിയാണോ ഈ ആവശ്യം? തീർച്ചയായും കൃത്യമായി തന്നെ നമുക്കത് പറയാൻ കഴിയും. കാരണം ലീഗ് രാഷ്ട്രീയം ഏതു വഴിക്കാണ് എന്നതിൻ്റെ കൃത്യമായ സൂചന തന്നെയായിരുന്നു കുറുക്കോളി മൊയ്തീൻ്റെ വാക്കുകൾ. കഴിഞ്ഞ ദിവസമാണ് കുറുക്കോളി മൊയ്തീൻ ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയത്. അതായത് മലപ്പുറം ജില്ല വിഭജിക്കണം എന്ന ഒരു ആവശ്യം അദ്ദേഹം ഉന്നയിച്ചത്. തിരൂരിലെ MLA കൂടിയാണ് കുറുക്കോളി മൊയ്തീൻ. മുസ്ലിം ലീഗിൻ്റെ MLA ആണ്. മലപ്പുറം ജില്ല വിഭജിക്കേണ്ടത് അനിവാര്യമാണ്. കാരണം മലപ്പുറം ജില്ലയിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ജില്ലയാണ്. ഭൂവിസ്തൃതി അനുസരിച്ച് ഇത്തരത്തിൽ ഈ ഒരു ജില്ല വലിയ ജില്ല കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത് വിഭജിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ ഈ ജില്ലയിലുള്ള ആളുകൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കും എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദം. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇതേ വാദം തന്നെയാണ് SDPI അടക്കമുള്ള മതമൗലികവാദ സംഘടനകൾ ഉന്നയിച്ചിരുന്നത്. ജമാഅത്തെ ഇസ്ലാമിയും ഇതേ ആവശ്യം ഉന്നയിച്ചിരുന്നു. നമുക്കറിയാം, കേരള സംസ്ഥാനത്ത് മറ്റു 13 ജില്ലകളെ അപേക്ഷിച്ച് മലപ്പുറം ജില്ല എന്ന് പറയുന്നത് മുസ്ലിം സമുദായങ്ങൾ ഭൂരിപക്ഷമായ ഒരു ജില്ല കൂടിയാണ്. അതായത് ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷമായ ഒരു ജില്ല കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്തരത്തിലുള്ള ഒരു ആവശ്യങ്ങൾ നേരത്തെ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് മുതലേ തന്നെ ഉന്നയിക്കാൻ തുടങ്ങിയത്. അതായത് ഈ മുസ്ലിം സമുദായത്തിന് കൂടുതൽ മേധാവിത്വം ലഭിക്കുക, ഭരണപരമായ കാര്യങ്ങളിലടക്കം അവർക്ക് മേധാവിത്വം ലഭിക്കുക, മറ്റു ആനുകൂല്യങ്ങളടക്കം കൂടുതലായി അവർക്ക് ലഭിക്കുക തുടങ്ങിയ ഉദ്ദേശങ്ങളായിരുന്നു ഇതിന് പിന്നിലുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ സമുദായത്തിന് നിരവധി ആനുകൂല്യങ്ങൾ നിലവിൽ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നുണ്ട്. ഇതൊന്നും പോരാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ജില്ല വിഭജിക്കണം എന്ന ഒരു ആവശ്യവുമായി മതമൗലികവാദ സംഘടനകൾ മുൻപ് തന്നെ രംഗത്ത് വന്നിരുന്നത്. പക്ഷേ മുസ്ലിം ലീഗ് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നില്ല. മുൻപ് ഈ കേരളം സംസ്ഥാനം രൂപീകരിച്ച ആ കാലത്ത് മലപ്പുറം ജില്ല വിഭജിക്കണം എന്നൊരു ആവശ്യം, അല്ലെങ്കിൽ മലപ്പുറം ജില്ല പ്രത്യേകമായി മലബാർ ജില്ല എന്നായിരുന്നു അന്നുണ്ടായിരുന്നത്. പിന്നീട് അത് മലപ്പുറം ജില്ലയായി രൂപീകരിക്കണം എന്ന ആവശ്യം അന്ന് മുസ്ലിം ലീഗ് ഉന്നയിച്ചിരുന്നു. പിന്നീട് അങ്ങനെയാണ് മലപ്പുറം ജില്ല രൂപീകൃതമായത്. അതിനുശേഷം ഈ ജില്ല വീണ്ടും വിഭജിക്കണം എന്നൊരു ആവശ്യം മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നും പരസ്യമായി ഉണ്ടായിരുന്നില്ല. പക്ഷേ അവരുടെ നേതൃയോഗങ്ങളിലടക്കം ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. എങ്കിലും പരസ്യമായി അത് അവർ ഉന്നയിച്ചിരുന്നില്ല. മതമൗലികവാദ സംഘടനകളായിരുന്നു ഈ ഒരു ആവശ്യവുമായി രംഗത്ത് വന്നിരുന്നത്, പരസ്യമായി ഇതിനുവേണ്ടി പ്രതിഷേധങ്ങൾ അടക്കം നടത്തിയിരുന്നതും. ഇപ്പോൾ അത് ലീഗ് MLA കൂടി കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. മലപ്പുറം ജില്ല വിഭജിക്കണം എന്ന ഒരു ആവശ്യം അവർ ഉന്നയിച്ചിരിക്കുന്നത്. കൃത്യമായി ഇത് ലീഗിൻ്റെ ഒരു നിലപാട് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇതുമായി ബന്ധപ്പെട്ട് PK കുഞ്ഞാലിക്കുട്ടിയോടും സാദിഖ് അലി തങ്ങളോടും നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അതായത് ഇതിലെ ഒരു വിശദീകരണം നമ്മൾ ചോദിച്ചിരുന്നു. പക്ഷേ അവർ കൃത്യമായൊരു മറുപടി നൽകിയിട്ടില്ല. മൗനമായിരുന്നു അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നത്, മറുപടി നൽകിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ലീഗ് നേതൃത്വത്തിൻ്റെ ഒരു സമ്മതത്തോടു കൂടി തന്നെയാണ് മുസ്ലിം ലീഗ് MLA ഇത്തരത്തിൽ ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് എന്നത് വളരെ വ്യക്തമാണ്. കൃഷ്ണരാജ്. ശരി, ലീഗിന് മൗനമാണിപ്പോഴും. വിഭജന രാഷ്ട്രീയം MLA പറഞ്ഞിട്ടും മിണ്ടാട്ടമില്ല. അതിനർത്ഥം അവരുടെ പിന്തുണയോടെയാണ്, സമ്മതത്തോടെയാണ് ഇതൊക്കെ പറയുന്നതെന്നാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു ശിവദാസ് കന്മനം.